Hi friends, welcome to Anu's Kitchen. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി വളരെ എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ 1.5 കപ്പ് വെള്ള കടല എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം മിനിമം 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അതിനുശേഷം കറി തയ്യാറാക്കാം. കടല നന്നായിട്ട് കുതിർന്ന് വന്നതിന് ശേഷം അതായത് ഏകദേശം ഒരു 6 അല്ലെങ്കിൽ 7 മണിക്കൂർ കഴിയുമ്പോൾ ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 4 ഏലക്ക, 6 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും 2 സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താൽ മതി. ഇതിനകത്തേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർക്കുന്നുണ്ട്. ശരിക്കും പെരിഞ്ജീരകം നമ്മൾ പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർത്ത സമയത്തായിരുന്നു ചേർക്കേണ്ടത്. ഞാനത് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്തത്. ഇപ്പോൾ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇത് വീണ്ടും നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവ നന്നായിട്ട് മാറി വരുന്നത് വരെ വീണ്ടും വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവ മാറി സവോള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ചേർക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. പൊടികൾ നന്നായി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തക്കാളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി, ഒരുപാട് വെന്തുടയണം എന്നില്ല. നമ്മളിത് കുക്കറിൽ വെക്കുന്നതായതുകൊണ്ട് പിന്നെ അത് നന്നായിട്ട് വെന്തോളും. ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. വെള്ളം മാറ്റിയിട്ട് കടല മാത്രം ചേർക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് കറക്റ്റ് ആ കടലയുടെ മുകളിൽ നിൽക്കുന്ന പോലെ ആയിരിക്കണം, ഇതുപോലെ. ഇതിനകത്ത് നിങ്ങൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ, കാരണം ഒത്തിരി ഗ്രേവി ആയി കഴിഞ്ഞാൽ കറിക്ക് ശരിക്കുമുള്ള ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കടലയുടെ കറക്റ്റ് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് 5 മിനിറ്റും കൂടി വെക്കുക. അതിനുശേഷം കുക്കറിൻ്റെ പ്രഷർ ഫുള്ള് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെക്കാം. കടലക്കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കടല ഒരുപാട് വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരുപാട് ഗ്രേവി ഉള്ളൊരു കറിയല്ല, പക്ഷേ എന്നാൽ ഒത്തിരി ഡ്രൈയും അല്ല. നമുക്ക് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും അതുപോലെ ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടാവും. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. പിന്നെ അതുപോലെ നിങ്ങൾ ഈ കറി ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം എടുക്കുകയാണെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. ഒന്ന് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പം ഞാനിന്നത് അപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൻ.